നമ്മൾ വീണ്ടും നെല്ലിയാമ്പതിയിലെ അപകട വാർത്തയിലേക്കാണ് പോകുന്നത്. KSRTC ബസ്സാണ് നെല്ലിയാമ്പതി ചുരത്തിൽ മറിഞ്ഞത്. ഒട്ടേറെ പേർക്ക് പരിക്കുണ്ട്. ഒരു മരത്തിൽ തട്ടി ബസ് ഒരുപാട് താഴ്ചയിലേക്ക് പോയില്ല എന്നാണ് മനസ്സിലാക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. നാട്ടുകാരുമൊക്കെ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നു. കൂടുതൽ ഗുരുതരമായ പരിക്കുകളുണ്ടോ എന്നൊരു സംശയം നിൽക്കുന്നു. ഗോകുൽ, വിവരങ്ങളുമായിട്ട് ഗോകുൽ, എന്താണ് ആളുകളുടെ പരിക്ക്? ഗുരുതരമായ അവസ്ഥ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഒരാളുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പറയുന്ന പോത്തുണ്ടി മേഖലയിൽ നിന്ന് വരുന്ന താഴെ പാലക്കാട്ടേക്ക് വരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് നിയന്ത്രണം തെറ്റുകയും ആ താഴ്ചയിലേക്ക് മറിയുകയുമാണ് ചെയ്തത്. അത് ഹെയർപിൻ വളവാണ്, അതിൽ താഴേക്ക് മറിയുകയുമാണ് ചെയ്തത്. അതിനിടയിലേക്ക് നിരങ്ങി നീങ്ങിയപ്പോൾ ആ വാഹനം ഒരു തേക്ക് മരത്തിൽ ഇടിച്ച് നിൽക്കുന്ന സ്ഥിതി വന്നു. അതുകൊണ്ട് കൂടുതൽ താഴ്ചയിലേക്ക് അത് വീണിട്ടില്ല, മറിഞ്ഞിട്ടില്ല. ബസ്സിലുള്ളവരെയൊക്കെ തന്നെ പുറത്തെടുത്തു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായും അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചില മേഖലകളിൽ റേഞ്ചിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങളല്ല എപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാവരെയും തന്നെ ആശുപത്രിയിലേക്ക് അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. ഒരാൾക്ക് ഗുരുതരമായ പരിക്കുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അതിനപ്പുറത്തേക്ക് ലഭ്യമായിട്ടില്ല. ഇതൊരു മരത്തിലിടിച്ച് കൂടുതൽ താഴ്ചയിലേക്ക് പോകാതെ നിന്നു എന്നുള്ള വിവരം കൂടി അവിടെ ഈ പണി ജോലിക്കൊക്കെ പോകുന്നവരുടെ ഒക്കെ വലിയ തിരക്കാ ബസ്സിലുണ്ടായിരുന്നിരിക്കണം അല്ലേ? തീർച്ചയായും അതിനുള്ള സാധ്യതയുണ്ട്. കാരണം നെല്ലിയാമ്പതി മേഖലയിൽ നിന്നൊക്കെ തന്നെ താഴ്ഭാഗങ്ങളിലേക്ക് ജോലിക്ക് വരുന്നവർക്കൊക്കെ തന്നെ ഉള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബസ് സർവീസുകളാണ്. പലരും സാധാരണക്കാരാണ്. അങ്ങനെ അവർ ജോലിക്കൊക്കെ പോകുന്നത് ഇത്തരത്തിലുള്ള ഈ ബസ്സുകളിലൂടെ ജോലിക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടാകാറ്. അവരങ്ങനെ ഒരുപക്ഷെ ജോലിക്ക് പോയി വരുന്ന ആളുകളാണ് അതിലുണ്ടായിരുന്നത്, ബസ്സിലധികം ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓർഡിനറി ബസ്സാണ്. സ്വാഭാവികമായി നല്ല തിരക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന ബസ്സാണ് ഇതിനിടയിൽ ഇത്തരത്തിൽ നിയന്ത്രണം തെറ്റി വീണതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ അപകടത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. പക്ഷെ ആ പാത അല്പം ദുർഘടമാണ്. കാരണം ഹെയർപിൻ നെല്ലിയാമ്പതിയിൽ നിന്ന് അടിയിലേക്ക് ഇറങ്ങുന്ന പാത എന്ന് പറയുമ്പോൾ തന്നെ അതൊരു മലയോര മേഖലയാണ്. സ്വാഭാവികമായും വലിയ രീതിയിൽ വളഞ്ഞു പുളഞ്ഞുള്ള വഴികളൊക്കെയാണ്. അപ്പോൾ മഴ ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഈ അപകടത്തിന്റെ സമയത്ത് കാരണമായിട്ടുണ്ടോ, അതൊരു പ്രശ്നമായിരുന്നോ എന്നുള്ളത് അറിയണം. കാരണം രാവിലെ മുതൽ കാര്യമായ മഴയൊന്നും പ്രദേശത്ത് പാലക്കാട് ജില്ലയിൽ പരക്കെ അങ്ങനെ കാര്യമായ മഴ എന്ന് പറയാൻ ഇല്ല. ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. എന്നതിനപ്പുറത്തേക്ക് ശക്തമായ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ആ സമയത്ത് ഈ പ്രത്യേകിച്ചും ഈ നമ്മൾ മറ്റു മേഖല പോലെയല്ല നെല്ലിയാമ്പതി മേഖല. അവിടെ എപ്പോഴും മഴ ലഭിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അവിടെ അതിൽ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മഴ ലഭിച്ച സാഹചര്യം ഉണ്ടോ എന്നുള്ളതും വ്യക്തമല്ല. ഏതായാലും ഈ താഴ്ചയിലേക്ക് ബസ് കൂടുതൽ പോകാതെ മരത്തിൽ തടഞ്ഞു നിന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒട്ടുമിക്ക ആളുകളെയും ആശുപത്രിയിലേക്ക് അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നീട് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നെന്മാറ ആശുപത്രി, അതിനുശേഷം ജില്ലാ ആശുപത്രി, ഇങ്ങനെ വരുമ്പോൾ കുറച്ച് ദൂരമുണ്ട് ഈ ഒരു യാത്ര. ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്നുള്ള അറിയാൻ നമുക്ക് അല്പം കാത്തിരിക്കേണ്ടി വരും. ഏതായാലും നിലവിൽ ഒരാളുടെ നിലയാണ് ഗുരുതരം. ദൃശ്യങ്ങളിൽ കാണാം, ബസ് മരത്തിൽ തേക്കിലുമൊക്കെ തട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ താഴ്ചയിലേക്ക് പോയില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷെ ഒരാളുടെ പരിക്ക് അല്പം ഗുരുതരമാണെന്ന് അറിയുന്നു. മറ്റ് പരിക്കുള്ളവരെയൊക്കെ തന്നെ എല്ലാവരെയും തന്നെ ബസ്സിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും രാവിലെ സമയമാണ്. പാലക്കാട്ടേക്കുമൊക്കെ ജോലിക്കൊക്കെ ഒരുപാട് പേർ വരുന്ന ഒരു സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. എന്തായാലും